ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ വന്നിരിക്കുന്നത് തങ്ക്ലാൻ മൂവിയുടെ ഒരു റിവ്യൂയെ കുറിച്ചാണ് കേട്ടോ പറയാൻ വന്നിരിക്കുന്നത്. പടം തുടങ്ങുന്നത് തന്നെ എനിക്ക് തോന്നുന്നു 1850 കാലഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്രയും പഴയൊരു മൂവിയാണ്, അല്ലെങ്കിൽ അത്രയും പഴയൊരു കഥയാണ്. അത് മൂവിയായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ചലഞ്ചായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തെ ഡ്രസ്സിങ് കാര്യങ്ങൾ, ആ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം അതെല്ലാം ഒന്നും പറയല്ല, അത്ര അടിപൊളിയായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. ആ കോസ്റ്റ്യൂംസ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ തന്നെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾ KGF ഒക്കെ കണ്ടിട്ടുണ്ടാകും, കോളാർഗനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുമുണ്ട്. പക്ഷേ അതിനെല്ലാം മുന്നേ സ്റ്റാർട്ടിങ്ങിൽ ഇത് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചും അന്ന് തുടങ്ങുന്ന ഒരു കഥയാണ് വിക്രം. ഈ പടത്തിൽ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് പറയുന്ന ഒരു കഥ, അതായത് കുട്ടിയോട് പറയുന്ന ഒരു കഥ. അതിൽ നിന്ന് പടം തുടങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക, ആ പടം അവസാനിക്കുന്നവരെയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും കഥയായാലും അതിൻ്റെ എന്താ പറയുക കോറിയോഗ്രാഫി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒട്ടും കുറ്റം പറയാത്ത രീതിയിലാണ് അവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കഥയും. അതുപോലെ തന്നെ അവസാനം ഒരു ഇൻ്റർവെല്ലാം കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു ബോറടിക്കുന്ന പോലെ ചെറിയൊരു ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വിക്രത്തിൻ്റെ പിന്നീടുള്ള ഒരു സീനോടുകൂടി അതെല്ലാം മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തിയേറ്ററിലേക്ക് പോയിക്കോളൂ, ടിക്കറ്റ് എടുത്തോളൂ. കാരണം അത്രയ്ക്ക് അടിപൊളി പടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ട ഒരു പടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ് സിനിമ കാണാൻ പോകാൻ നേരത്ത് ഇതിനു മുമ്പ് ഇറങ്ങിയ ഇന്ത്യൻ 2 അതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയത്, ഫാമിലി ആരും ഉണ്ടായില്ല. ഒറ്റയ്ക്ക് പോയി കണ്ടത്. ഞാനിപ്പോൾ അത് കണ്ട് ഇറങ്ങി വന്നിട്ട് റൂമിലെത്തിയേ ഉള്ളൂ. റൂമിലെത്തി ഒരു ചായ എല്ലാം കുടിച്ച് പയ്യെ വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷേ എന്തായാലും ഇത്ര ലേറ്റായി പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തിട്ടാണ്. പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിക്രത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഇതിന് മുമ്പുള്ള ഇറങ്ങിയ ഒരുപാട് ചിത്രങ്ങളുണ്ട് വിക്രത്തിൻ്റെ, നമ്മൾ പല മേഖലകളിൽ വന്ന പടങ്ങളുമുണ്ട്. പക്ഷേ അതിലെല്ലാം മാറി. കാരണം അത്രയും വയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്, ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വിക്രം വന്നിരിക്കുന്നത് തന്നെ. പക്ഷെ അതുമാത്രമല്ല, പിന്നെയും മേഖലകൾ ആ പടത്തിലുണ്ട്. പക്ഷേ എല്ലാം വളരെ ഞെട്ടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ അതിലെ ആക്ടേഴ്സ് ആയാലും, അതായത് വിക്രം, മാളവിക, പശുപതി, പിന്നെ പാർവതി, എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെയും നമുക്ക് എന്താ പറയുക കുറ്റം പറയാനില്ല. അതുപോലെയാണ് എല്ലാവരും ആക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പടത്തെക്കുറിച്ച്. പിന്നെ അതുപോലെ തന്നെ വിക്രത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ, വിക്രം അത്രയ്ക്കും എന്താ പറയുക ഈ പടത്തിന് വേണ്ടി എഫേർട്ട് എടുത്തത്. ഇപ്പോൾ എന്താ അന്യൻ, പിതാമഹനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ടൈം എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പടം വേറെ ഉണ്ടാവില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അതുപോലെയാണ് ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർവതിയുടെയൊക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. മാളവികയുടെ ചെറിയൊരു ഫൈറ്റിംഗ് സീനിൽ നമുക്കൊരു ചെറിയൊരു ഇതൊക്കെ തോന്നുമെങ്കിലും ബാക്കി അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ട് പടം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, സൗണ്ട് എഫക്റ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോക്കോളൂ, ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. അത്ര അടിപൊളി പടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണേണ്ട ഒരു പടമാണ്. കാരണം അത്രയും പഴയ ഒരു 1850 കാലഘട്ടങ്ങളിലുള്ള ഒരു പടമൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാലോ അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന്. ആ സ്ക്രീനിൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള രീതി എല്ലാം, പിന്നെ എന്താ പഴയ കാലഘട്ടം കാണിക്കുന്നതായാലും, പിന്നെ അതിന് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒന്നും പറയാനില്ല. ഇത് ചെയ്തു വെച്ചിരിക്കുന്നവരെ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ രഞ്ജിത്തിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഇപ്പോൾ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള മദ്രാസ് ആയാലും, സർപ്പട്ട ആയാലും, പിന്നെ കബാലി, പിന്നെ കാല, അതുപോലെയൊന്നുമല്ല. അതിനെല്ലാം മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ നമുക്കറിയാം സർപ്പട്ട, മദ്രാസ്, കബാലിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഓടിയ പടങ്ങളാണ്. പക്ഷെ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1500 കോടി ബഡ്ജറ്റിൽ, അല്ലെങ്കിൽ ഒരു 150 കോടി ബഡ്ജറ്റിൽ ഒരു അപ്പക്കാലിപ്റ്റോ സിനിമ എടുക്കാമെന്ന് പറഞ്ഞാൽ, അത് ഇംഗ്ലീഷ് മൂവി ആയി വരുമ്പോൾ അത് അത്രയും റേഞ്ചിൽ അത്രയും പൈസ മുടക്കിയെടുത്ത പടമാണ്. പക്ഷേ ഇതൊരു 150 കോടി ബഡ്ജറ്റിൽ എടുത്തേക്കുന്ന ഒരു അപ്പക്കാലിപ്റ്റോ എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. അപ്പോൾ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് എന്തായാലും പടം കണ്ടിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് അഭിപ്രായം കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എന്തായാലും
തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യുക, എന്തായാലും നിങ്ങളുടെ പൈസ പോവില്ല, ആ കാര്യത്തിൽ ഗ്യാരണ്ടി.